എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഇന്ത്യൻ സ്കൂൾ സലാല സ്കൂളിൻ്റെ LKG ബ്ലോക്ക്. LKG ബ്ലോക്ക് എന്ന് ഇവിടെ പറയാം. പ്രൈമറി സെക്ഷൻസൊക്കെ ഇവിടെയാണ്. ബാലവാട്ടിക ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. ബാലവാട്ടിക തൊട്ട് ക്ലാസ് 2 വരെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വെക്കേഷനാണ് സലാലയുടെ. ഇനി ആഗസ്റ്റ് 3, 4 ആ സമയത്താണ് തുറക്കുക. അപ്പോൾ ക്ലാസ് 3 ഇവിടേക്ക് ആഡാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അവർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മോളിപ്പോൾ ക്ലാസ് 2ലാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 300 മീറ്ററുള്ളൂ. നിയറർ തന്നെയാണ് സ്കൂള്. ഇവിടെ മക്കളെ മൂത്ത മോള് അവൾ തന്നെ നടന്നു പോവും. രണ്ടാമത്തെ കുട്ടീനെ ക്ലാസ് 4 വരെ പാരൻസ് വന്ന് പിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യാറ്. കാലത്ത് ഹസ്ബൻഡ് കൊണ്ടാക്കും. ഉച്ചയ്ക്ക് ഇവിടെ കഴിയും. ഇവിടെ 12:30 സ്കൂള് വിടും. അപ്പോൾ ഞാൻ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരിക ചെയ്യാറ്. ഞാനൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ മക്കളുടെ ഒപ്പമോ ഇവിടെ ബിൽഡിങ്ങിലുള്ള ആരുടെയെങ്കിലും ഒപ്പം എടുത്തിട്ട് വന്നാലും മതി. ക്ലാസ് ടൈം 7:15 തൊട്ട് 1 മണി വരെ ആയിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് ഈ വെക്കേഷന് ജൂണിലാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് തൊട്ടുള്ളൊരു 3 മാസം മുന്നേ തൊട്ട് ഇവിടെ കുറച്ച് ചൂട് കൂടിയിരുന്നു. അധികം ചൂടൊന്നുമില്ല, എന്നാലും സലാലയിൽ ഇപ്രാവശ്യം കുറച്ച് അധികം ഇതുവരെയുള്ള ചൂടിനേക്കാളും അധികം ഈ വർഷം ഉണ്ടെന്നാണ് ഇവിടെ പണ്ട് മുതലേ ഉള്ളവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ മിനിസ്ട്രിയിൽ നിന്നാണോ അതോ ഇന്ത്യൻ സ്കൂൾ സലാല എന്നാണോ 12:30 വിട്ടിരുന്നു. ആരെ തീരുമാനമാണെന്ന് എനിക്കറിയില്ല. കുറച്ച് പേര് പറഞ്ഞു അത് ഇന്ത്യൻ സ്കൂള് അവർ സ്വയം എടുത്ത തീരുമാനമാണ്. കാരണം കുറേ നല്ല ചൂട് കൂടിയപ്പോൾ വലിയ കുട്ടികൾക്ക് 2 മണി വരെയാണ് ക്ലാസ് ടൈം ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഈ 12:30 തന്നെ വിട്ടിരുന്നു. ഈ ഒരു ലാസ്റ്റത്തെ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ 2 ആഴ്ചയായിട്ട് ജൂൺ 1 സ്കൂൾ അടച്ചത്. ഇനി ഇതിനോട് ചേർന്ന് തന്നെയാണ് ഫസ്റ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് വരും. പിന്നെ മെയിൻ ബ്ലോക്ക് ഒക്കെ തൊട്ടടുത്ത് തന്നെ. ഞങ്ങളിവിടെ എന്നും ഇതിലേ നടക്കാൻ വരും. അതും ഇവിടെ നമുക്ക് സാധാരണ പോലെ പെരുമാറാം. എല്ലാം ഡിപ്പെൻസാണ്. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സാധാ വൈബുള്ളവരാണ്. അപ്പം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലെന്താണോ വേഷം ഇടുന്നത് ആ വേഷത്തിൽ തന്നെ ഇവിടെയൊക്കെ നടക്കാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കയറാം. മക്കൾ കരാട്ടെ പഠിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടേക്ക് പോകും. അവരെ പിക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ വെറുതെ നിന്ന് സംസാരിക്കാനും ഒക്കെ നമുക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. നെക്സ്റ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്, ഇതിനോട് തന്നെ ചേർന്നിട്ട്. പിന്നെ ഇതിൻ്റെ സ്കൂളിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ LKG ബ്ലോക്ക് തന്നെ സ്കൂളിൻ്റെ. ഞാൻ വീഡിയോ എടുത്ത ഭാഗം ഈ സെക്ഷൻ, ഇപ്പോൾ കാണിക്കുന്ന സെക്ഷൻ. ഇത് ഒരു ഗേറ്റ്, മെയിൻ ഗേറ്റ് അല്ല, സൈഡിലുള്ള ഗേറ്റ്. മെയിൻ ഗേറ്റ് കാറ് കിടക്കണ അത്രയ്ക്ക് എത്തണ്ട അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അവിടെയാണ്. ഇത് പാകിസ്ഥാൻ സ്കൂളിൻ്റെ എന്തോ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ സ്കൂൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഇതാണ് മെയിൻ റോഡ്. ഇതിൽ വന്ന് പിന്നെ ഈ കാണുന്ന ടേൺ ചെയ്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഗ്രൗണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സ്കൂളിൻ്റെ തന്നെ. വില്ലൗട്ട് ട്രീ എന്ന് പറഞ്ഞിട്ട് പൈനിയർ സ്കൂൾ എന്ന് പറഞ്ഞൊരു
സ്കൂളുണ്ട് ഇവിടെ, ഇൻ്റർനാഷണൽ സ്കൂളാണ്. അതിൻ്റെ തന്നെ ഇത് LKG ബ്ലോക്ക് ഒക്കെ ആണെന്ന് തോന്നുന്നു, അറിയില്ല. അത് എല്ലാ സ്കൂളും അടുത്ത് തന്നെയാണ് ഇവിടെ. പാകിസ്ഥാൻ സ്കൂള്, ബ്രിട്ടീഷ് സ്കൂള് എല്ലാം അടുത്ത് തന്നെയാണ്. ഇത് മെയിൻ ഗേറ്റ്, ഫ്രണ്ട് ഗേറ്റ് LKG ബ്ലോക്കിൻ്റെ. ഇത് LKG ബ്ലോക്കിൻ്റെ ഗേറ്റിൽ നിന്ന് ഇവിടെ നിന്നാണ് ഞാൻ പിക്ക് ചെയ്യാൻ വരാറ്, ഗായത്രീനെ പിക്ക് ചെയ്യാൻ വരാറ്. ഇനി ഈ കാണുന്ന ട്രീ ഇല്ലേ, ഈ ബിൽഡിങ്, ഇപ്പോൾ നെക്സ്റ്റ് വന്ന ബിൽഡിങ്, അത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല. അത് കാണിച്ചു തരാം, നടക്കട്ടെ. ഇത് മെയിൻ ഗേറ്റ്, ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാലയുടെ ഗേറ്റ്. ഇവിടെ മോളുടെ കരാട്ടെ ക്ലാസ് നടക്കുന്നത്. പിന്നെ ഓരോ വിങ്സിൻ്റെ, മലയാളം വിങ്, അങ്ങനെ ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ട്. സാൻസ്ക്രിറ്റ് വിങ്, അതിൻ്റെയൊക്കെ പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ. ഇത് പാകിസ്ഥാൻ സ്കൂളാണ് അപ്പോൾ ഞാൻ കാണിച്ചത്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ തെങ്ങ് നട്ടിരിക്കുന്നത് ഉണ്ട്, അത് എൻവയറമെൻ്റൽ ഡേക്ക് അവർ നട്ടതാണ്. നല്ലൊരു കാര്യമായിരുന്നു, നല്ലൊരു സന്തോഷം തന്നു. സലാല മൊത്തത്തിൽ തെങ്ങാണ്. പിന്നെ ഈ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ സൈഡിലായിട്ട് തന്നെ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളൊരു സ്റ്റേജാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്റ്റേജാണ്. ഇവിടുത്തെ മെയിൻ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് ഈ സ്റ്റേജിൽ വെച്ചാണ്. അതിൻ്റെ ഒരു ഗ്രൗണ്ട്, ഇവിടെ കസേരയിട്ടിരിക്കും, കാരണം ഇവിടെ ക്ലൈമറ്റ് നല്ലതാണ്. പിന്നെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കണ്ടില്ലേ, അവിടെ ഉള്ളിലും ഒരു സ്റ്റേജ് ഉണ്ട്. ഒരു നല്ലൊരു സ്റ്റേജാണ് അത്, ഇത്രയ്ക്ക് വലുതല്ല. പിന്നെ ഇവിടെ മഴക്കാലമാകുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രോഗ്രാംസ് നടക്കുക. ഇതും അതിൻ്റെ ഗേറ്റ് തന്നെ. ഇത് ഇന്ത്യൻ സ്കൂൾ സലാല മെയിൻ ബ്ലോക്ക്. ഇവിടെ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ഏരിയയാണ്. ഞാൻ എന്നും സ്കൂളിൽ പോയിരുന്നത്, ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല. സ്കൂൾ ഓപ്പൺ ആകുമ്പോഴും നമുക്ക് വീഡിയോ എടുത്തു തരാം. ഇതാണ് ഇന്ത്യൻ സ്കൂൾ സലാല. ഇനി 4th തൊട്ട്, അല്ലെങ്കിൽ 4th ഇനി ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബ്ലോക്കിലേക്ക് LKG ബ്ലോക്കിലേക്ക് മാറ്റുമെന്നറിയില്ല. ചിലപ്പോൾ 4th തൊട്ട് +2 വരെ ഇവിടെയുണ്ട്. ഗേറ്റ്, മെയിൻ ഗേറ്റ്. ഇതിൽ സ്കൂള് കഴിയുമ്പോൾ ഗേറ്റ് മൊത്തമായിട്ട് ഓപ്പൺ ആവും. അപ്പോൾ എല്ലാവരും കയറി കുട്ടികളെ പിക്ക് ചെയ്യും. പാരൻസിന് കയറണം. 4th തൊട്ട് അവിടെ 4th ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ, അപ്പോൾ പാരൻസിനെ പിക്ക് ചെയ്യണം അവരെ. അപ്പോൾ എൻ്റെ മോളിപ്പോൾ 5th കഴിഞ്ഞ വർഷം വരെ ഞാൻ പോയിട്ടാണ് പിക്ക് ചെയ്തിരുന്നത് അവളെ. ഞാൻ ശരിക്കുള്ള വീഡിയോ അടുത്ത് പോയിട്ട് എടുത്തു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ നടക്കാനിറങ്ങിയതാണ്, ആ സമയത്തൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഗേറ്റ് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് അടഞ്ഞു കിടക്കുക. പിന്നെ സമയം 6 മണിയായിരുന്നു. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോയാൽ അവിടെ ഓഫീസ് വർക്കിംഗ് ആണ്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ. നെക്സ്റ്റ് സ്കൂളിനോട് ചേർന്ന് പാകിസ്ഥാൻ സ്കൂൾ, ബ്രിട്ടീഷ് സ്കൂൾ, ഇതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു.